സമൃദ്ധ എന്നിൽ നിന്നും എന്തോ മറയ്ക്കുന്നുണ്ട്. ആ പർദ്ദ അയാൾ എന്തിനാണ് സൂക്ഷിക്കുന്നത്? ഇനി എന്തെങ്കിലും ആൾമാറാട്ടം നടത്താനാണോ? അതോ അവള് പറഞ്ഞതുപോലെ വെറുതെ ഒരു കൗതുകത്തിന് വാങ്ങിയതാണോ? സാറ് ഉടൻ തന്നെ ഒരു തീരുമാനം എടുത്തേ പറ്റൂ. അയാളുടെ വേദനയും സങ്കടമൊന്നും എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല ആരതി. എന്നെ നിസ്സഹായതുകൊണ്ടാ. ഈ അവസ്ഥയിൽ ഞാൻ അർച്ചനെ എങ്ങനെ അയാൾക്ക് തിരിച്ചു കൊടുക്കും? സാറ് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ സച്ചിക്ക് ഇതൊന്നും അറിയില്ല. അർച്ചനയ്ക്ക് ഓർമ്മ തിരിച്ചു കിട്ടുന്നതുവരെ കാത്തിരിക്കാൻ അയാൾ തയ്യാറുമല്ല. അയാളെല്ലാം സമ്മതിച്ചതല്ലേ? സർ, അയാളെന്ന് നമ്മളോടെല്ലാം സമ്മതിച്ചു എന്നത് സത്യമാണ്. പക്ഷേ ഓരോ നിമിഷവും അയാൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദന കൂടി നമ്മൾ മനസ്സിലാക്കണം. പണ്ട് അർച്ചനയെ അന്വേഷിച്ച് നടന്ന സച്ചി അല്ല ഇപ്പോ. സ്വന്തം ഭാര്യ തന്റെ കൺമുമ്പിൽ മറ്റൊരുത്തന്റെ ഭാര്യയായി ജീവിക്കുന്നത് കണ്ട് തകർന്നുകൊണ്ടിരിക്കുന്ന ഒരാളാ. അയാളുടെ തീരുമാനങ്ങൾ ഓരോ നിമിഷവും മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. അതിന് നമുക്ക് സച്ചിയെ കുറ്റം പറയാൻ സാധിക്കില്ല സർ. എന്റെ ദൈവമേ, എന്തൊരു ധർമ്മസങ്കടമോ ഇത്! ഓർമ്മ തിരിച്ചു കിട്ടാത്ത അർച്ചനെ എന്നിൽ നിന്നും ബലമായിട്ട് പിടിച്ചു മാറ്റി സച്ചിയെ ഏൽപ്പിച്ച അതോടെ അർച്ചനയുടെ സ്വസ്ഥതയും സന്തോഷവും സമാധാനവും എല്ലാം ഇല്ലാതാവും. സച്ചി ചിലപ്പോൾ സന്തോഷിക്കുമായിരിക്കും, പക്ഷേ അയാൾക്ക് കിട്ടുന്നത് അർച്ചനയുടെ ശരീരം മാത്രമായിരിക്കും. മനസ്സ് കിട്ടില്ല. അയാളുടെ പഴയ അർച്ചന കിട്ടില്ല. സച്ചിയുടെ വീട് അവൾക്ക് വെറും ഒരു കാരാഗ്രഹം മാത്രമായിരിക്കും. ആ ദുരന്തത്തിലേക്ക് എന്റെ സമൃദ്ധയെ... സോറി, അർച്ചനെ പറഞ്ഞുവിടാൻ ഞാൻ തയ്യാറല്ല. സാറ് പറയുന്ന ഈ ലോജിക്ക് എനിക്ക് മനസ്സിലാവും. പക്ഷേ താളം തെറ്റി അയാളുടെ മനസ്സിന് എന്ത് ലോജിക്ക്? ഇനി നമുക്ക് തിരിച്ചൊന്ന് ചിന്തിച്ചാലോ സർ? ചിലപ്പോ സച്ചിയുടെ സ്നേഹം സാറ് പറയുന്ന ഈ ലോജിക്കിനേക്കാൾ വലിയൊരു ശക്തിയായി മാറിയാലോ? ആ സ്നേഹത്തിന്റെ ശക്തിയില് അർച്ചനയുടെ ഓർമ്മകൾ തിരിച്ചു കിട്ടിയാലോ? അങ്ങനെയും ചിന്തിച്ചൂടെ സർ? എന്തോ എനിക്കങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നില്ല. ഇത്രമാത്രം സർ സമൃദ്ധിയെ സ്നേഹിക്കുന്നുണ്ടോ? സർ, ഇത് അപകടമാ. സച്ചിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹം. എനിക്കറിയാടോ, പക്ഷേ എന്റെ മുമ്പിൽ വേറെ വഴികളില്ല. അർച്ചനയ്ക്ക് ഓർമ്മകൾ തിരിച്ചു കിട്ടുന്നത് മാത്രമല്ല ഇപ്പോഴത്തെ എന്റെ പ്രശ്നങ്ങൾ. പിന്നെ സമൃദ്ധ എന്റെ ആരുമല്ലാന്ന് എനിക്ക് എന്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചേ പറ്റൂ. പക്ഷെ അതിന് സമയം വേണം. ആരതി, അർച്ചനെ ഞാൻ സച്ചിക്ക് തിരിച്ചു കൊടുക്കാം. പക്ഷെ ഒരല്പം സാവകാശം. അതുവരെ ആരതി സച്ചിയെ പറഞ്ഞു നിർത്തണം. മറ്റാര് പറഞ്ഞാലും സച്ചി കേൾക്കില്ല. പക്ഷേ താൻ പറഞ്ഞാൽ കേൾക്കും. കാരണം നിങ്ങൾ തമ്മിലുള്ള സ്നേഹം ഞാൻ നല്ലപോലെ മനസ്സിലാക്കിയിട്ടുണ്ട്. സർ, ഒരു നിമിഷമെങ്കിലും അർച്ചനയെ സച്ചിക്ക് തിരിച്ചു കിട്ടാതിരുന്നെങ്കിലെന്ന് ആരതി ആഗ്രഹിച്ചിട്ടില്ലേ? ആരതി, കൊടുത്ത സ്നേഹം നഷ്ടപ്പെട്ടവരാ നമ്മൾ രണ്ടുപേരും. ഈ കാര്യത്തിൽ ആരതി എന്നെ സഹായിച്ചേ പറ്റൂ. എനിക്ക് സാറിന്റെ അവസ്ഥ മനസ്സിലാവും. പക്ഷേ സച്ചി ഇപ്പൊ ജീവിക്കുന്നത് അർച്ചനെ തിരിച്ചു കിട്ടുന്ന പ്രതീക്ഷയില്ല. അതിനിടയിൽ സാറിന്റെ അവസ്ഥ ഞാൻ എങ്ങനെ സച്ചി പറഞ്ഞ് മനസ്സിലാക്കും? എനിക്കറിയില്ല സർ. എങ്കിലും സച്ചിയോട് ഞാൻ സംസാരിച്ചു നോക്കാം. പക്ഷേ ഒന്ന് മാത്രം സാർ ഓർത്താ മതി. അർച്ചന സച്ചിയുടേതാ. സച്ചിയുടേത് മാത്രം.
സാർ ഓർത്താ മതി. അർച്ചന സച്ചിയുടേതാ, സച്ചിയുടേത് മാത്രം. അച്ഛനമ്മ പുതിയ കോട്ട് വാങ്ങി അലമാരി വെച്ചിട്ടുണ്ടല്ലോ. ഇത് പഴയ കോട്ടല്ലേ? പുതിയ കോട്ടോ? എന്നിട്ട് എവിടെ? അമ്മയുടെ അലമാരിയിൽ ഒരു പുതിയ കോട്ട് ഇരിപ്പുണ്ട്. സമൃദ്ധ എന്നിൽ നിന്നും എന്തോ മറയ്ക്കുന്നുണ്ട്. ആ പർദ്ദ അയാൾ എന്തിനാണ് സൂക്ഷിക്കുന്നത്? ഇനി എന്തെങ്കിലും ആൾമാറാട്ടം നടത്താനാണോ? അതോ അവള് പറഞ്ഞതുപോലെ വെറുതെ ഒരു കൗതുകത്തിന് വാങ്ങിയതാണോ? താൻ പർദ്ദ ഉപയോഗിക്കാറുണ്ടോ? ഇല്ല. പിന്നെ തനിക്ക് തന്നു കിട്ടി? കഴിഞ്ഞ ദിവസം ഷോപ്പിങ്ങിന് പോയപ്പോ ഈ ഡ്രസ്സ് കണ്ടപ്പോ എനിക്ക് വല്ലാണ്ട് ഇഷ്ടം തോന്നി. വെറുതെ ഒരു കൗതുകത്തിന് വാങ്ങി വെച്ചതാ. ആളെ ഇതുവരെ ഉറങ്ങിയില്ലേ? ആളിന്റെ മനസ്സാകെ അസ്വസ്ഥയാണെന്ന് തോന്നുന്നല്ലോ. ഒരു സമാധാനവും കിട്ടുന്നില്ല രാജീവേ. എത്രയൊക്കെ ആലോചിച്ചിട്ടും ചില കാര്യങ്ങൾക്കൊരു ഉത്തരം കിട്ടുന്നില്ല. അതിനൊരു വഴിയുണ്ട്. ആളെ ഇവിടെ ഇരിക്കേ, ഞാൻ ഇപ്പൊ വരാം. കഴിഞ്ഞ ദിവസം ശിശിര കാണാതെ ഞാൻ ഇത് റൂമിൽ ഒളിപ്പിച്ചു വെച്ചതാ. ഇത് ഒരെണ്ണ അളിയ അടിച്ച എല്ലാത്തിനും ഉത്തരം കിട്ടും. അടി കളിയ. അടി. എന്താണ് എന്റെ ഇപ്പോഴത്തെ പ്രശ്നം? ചുറ്റും നോക്കുമ്പോൾ എല്ലാം പ്രശ്നങ്ങളാ രാജീവേ. ഓരോ ദിവസവും പുതിയ പുതിയ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായി വരിക. ജീവപര്യന്തം കോടതി ശിക്ഷിക്കുന്ന പ്രതിക്ക് പോലും പോയി സുഖമായിട്ട് ജയിലിൽ കിടന്നാൽ മതി, മറ്റൊന്നിനെക്കുറിച്ചും ആലോചിക്കണ്ട. ഇതിപ്പോ ഓരോ ദിവസവും എനിക്കൊരു ജീവപര്യന്തം പോലെ. ആളെ ആവശ്യമില്ലാത്ത ഒന്നും ആലോചിക്കണ്ട. അതും കൊണ്ട് അടിച്ചേ. അതിനിടയിൽ എന്നെ പേടിപ്പെടുത്തുന്ന മറ്റു ചില കൺഫ്യൂഷൻസ്. എന്ത് കൺഫ്യൂഷൻ? ഒരു പർദ്ദ. പർദ്ദയോ? പർദ്ദ തന്നെ.